ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുഷ്പം പോലെ നമ്മുടെ കമലമ്മയും കൊണ്ട് വാസവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം സുധാകരൻ മാഷ് അദ്ദേഹത്തിന് നന്ദി പറയാം. ആദ്യം വാസവനെ കണ്ടപ്പോൾ ഭയമായിരുന്നു ഞങ്ങൾക്ക് എന്നും പറഞ്ഞു. എന്നെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നില്ല അകത്തേക്ക് കൊണ്ടുപോയ കമലയോട് അവരെങ്ങനെ പെരുമാറുമെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് എന്നൊക്കെ പറയുവാണ്. അങ്ങനെ മാഷ് ഇദ്ദേഹത്തിനോട് എല്ലാം പറഞ്ഞു. നിങ്ങൾ പ്രതികാരം തീർക്കാൻ വരുന്നതാണെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുമ്പോഴും വാസവൻ ഒന്ന് ചിരിച്ചു. പക്ഷേ അത് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും സുധാകരൻ മാഷ് വാസുവിനോട് പറയൂ കേട്ടോ. അപ്പോൾ എന്നിൽ നിന്ന് മുമ്പുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, അങ്ങനെ വിചാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് വാസുവൻ അന്നേരം പറയുവാണ്. വിക്രമന് എൻ്റെ മകൻ്റെ മരണത്തിൽ ഒരു പങ്കുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളാണെന്ന കാര്യം നമ്മുടെ വാസുവൻ പറയുവാണേ. ആ കുട്ടിയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അമ്മ അച്ഛനും നോക്കുന്നു. ഇനി നിങ്ങളുടെ മകനും അവൻ്റെ ഭാര്യയും ചേർന്ന് ആ കുട്ടിയെ കബളിപ്പിക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ എനിക്കതിന് തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് വാസുവൻ പറഞ്ഞു. അപ്പം നാട്ടുകാരെൻ്റെ മകനെ തെമ്മാടി എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെന്നും ഒരുപാട് വഴക്കുകളിൽ അവൻ ചെന്ന് തലവെച്ച് കൊടുത്തിട്ടുമുണ്ടെന്നും അതുപോലെ ഒരിക്കൽ പോലും അവനൊരാളുടെ ജീവൻ എടുത്തിട്ടില്ല എന്നും മാഷ് പറയാം. അവനത് ചെയ്യില്ല എന്നും സുധാകരൻ മാഷ് പറയുമ്പോൾ വാസുവൻ ഒന്ന് ചിരിച്ചു. അപ്പം നിങ്ങളുടെ മകന് ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്നേ അവസാനം വരെ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ കമലയും പറയാണ്. അത് നിങ്ങൾക്കും അറിയാവുന്ന ഞങ്ങൾ കരുതുകയാണെന്ന് പറയുമ്പം എന്നും പറഞ്ഞു വാസുവൻ ഒന്ന് തലയാട്ടി ഒന്ന് മൂളി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണവും അത് തന്നെയാണെന്ന് വാസുവൻ അന്നേരം പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വവും പേറി വിക്രം അധികകാലം ഇങ്ങനെ മാറി നിൽക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാമെന്നും വാസുവൻ പറയുവാണേ. അപ്പോൾ ശരി എന്നാൽ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വാസുവൻ അവിടെ നിന്ന് പോയി. പിന്നെ മാഷും അമ്മയും കൂടെ വീട്ടിലോട്ടും പോയി. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം കടയിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് ചെല്ലുന്നു. ആ ചേട്ടന്മാരാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതേ ഇങ്ങോട്ടുള്ള പുതിയ കുടിയേറ്റക്കാരാണെന്നും പറഞ്ഞിങ്ങനെ ഈ ചേട്ടൻ വിക്രത്തെ എവിടെയുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ പരോപകാരി ഗീവർഗീസിൻ്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞ ചേട്ടന്മാർ നിൽക്കുന്നു. അവൻ കുറേ പേരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ സഹായിച്ചവരൊക്കെ അവന് പണിയും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ചേട്ടന്മാർ വിക്രത്തോട് പറയാം. അയ്യോ എന്ന് വെച്ച് നിങ്ങളങ്ങനെ ചെയ്യുമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ പറയുമോ. അപ്പോൾ എന്താ നാരായണ ഇതെന്ന് ചോദിച്ചപ്പം അയ്യോ മോനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, സോറി എന്നും പറഞ്ഞിങ്ങനെ അതൊന്നും സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ആൾക്കാർ വിക്രത്തോട് വിശേഷങ്ങളും ഒക്കെ ചോദിക്കുക. അപ്പോൾ എവിടെയാണ് താമസവും എന്നൊക്കെ ചോദിച്ചു. തൽക്കാലത്തേക്ക് ഇവിടെ അടുത്തൊരു ചെറിയ വീട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തെന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അത് പിന്നെ ആ തേയിലത്തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു മനസ്സിലായി, നമ്മുടെ ചക്കച്ചാമ്പറമ്പിൽ ഔത പള്ളിക്കായി എഴുതി കൊടുത്ത കെട്ടിടമായിരിക്കും. നാരായണ നമ്മുടെ സ്ഥിരത എടുത്തോളാൻ പറഞ്ഞു. ഒരു നീലച്ചായം പൂശി ഒരു വിരയല്ലേന്ന് ചോദിച്ചപ്പം അത് തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുരിശുപള്ളി പണിയാനേ ഔത കൊടുത്തതാ. അപ്പോൾ സക്കറിയ സാറ് പള്ളി അടക്കം വേറെ പണിയാനും കൊടുത്തു. ആ സ്ഥലത്ത് ഇപ്പോൾ പള്ളിയിൽ ധ്യാനത്തിന് വന്ന കന്യാസ്ത്രീകൾ താമസിക്കാറുണ്ട്. അപ്പോൾ ഇനി കുറേക്കാലം അവിടെ കാണുമോ എന്നൊക്കെ ചോദിച്ചപ്പം കുറച്ച്. അപ്പോഴേക്കും ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഒരു ഓട്ടോക്കാരെ സാധനം മേടിക്കാൻ വന്നു. അപ്പോഴേക്കും ഈ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെച്ചും കൊടുത്തു വേറൊരാൾ. അപ്പോൾ ഈ വിക്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കാരൻ ഇങ്ങനെ നോക്കും അടിമുടി വിക്രത്തെ. അപ്പോൾ ഈ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം വിക്രം ഇങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, നീ കണ്ടിരിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ കടക്കാരനെ. അല്ലെന്നേ റീൽസ് ഇടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുക. ഇത് കേട്ടാൽ വിചാരിക്കും നീ വലിയ സിനിമാക്കാരനാണെന്ന്. അപ്പോൾ ദേവസേപ്പേ 2 പടത്തിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്, അത് മറക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പം ആണോ. അപ്പോൾ അതെ, മഹേഷിൻ്റെ പ്രതികാരവും എൽസമെന്ന ആൺകുട്ടിയും. അപ്പോൾ ശരിക്കും അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ അവസാനത്തെ അടി നടക്കുമ്പോൾ ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, എൽസമേലും ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് വരെ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടക്കാർ കളിയാക്കുക. അപ്പോൾ വലിയ പല താരങ്ങളുടെയും തുടക്കം അങ്ങനെയൊക്കെ എന്നാൽ കളിയാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് നീ അങ്ങ് നടന്ന് ചെന്നിട്ട് വേണം ജിൻസി മോൾക്ക് കാടിവെള്ളം കലക്കാം വാ എന്നും പറഞ്ഞങ്ങനെ ഈ ഓട്ടോക്കാരനെ വിളിച്ച് അടുത്ത ചേട്ടൻ അങ്ങ് പോയി. ഈ വണ്ടിക്കാരൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് ഭയങ്കര ടെൻഷനായിട്ടോ. അതെ പൈസ ഇത്രയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം, അതായത് ആ പോയ ചെറുക്കനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു വിക്രം. 96-60 എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ നീട്ടി പറഞ്ഞു. വിക്രം പൈസ കൊടുത്തു. അതിനുശേഷം വിക്രം സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പോൾ വേദ ഇവിടെ അടിക്കലും വാരലും തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട് നിൽക്കുക. നീ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു വിക്രം വേദയോട്.
ആകെ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ, എത്ര നേരം വേണമെന്ന് ചോദിക്കുമ്പം എന്നാലും ഞാൻ വന്നിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന് വിക്രം പറഞ്ഞു. ഓ അങ്ങനെ ഇപ്പം അത്ര പുരോഗമനമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഈ വീട്ടിലെ പണികളൊക്കെ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് വേദ പറയുമ്പം അത് പുരോഗമനം കാണിക്കലല്ല വേദാളമേ, ജീവിതത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കലാണെന്നൊക്കെ വിക്രം. ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എല്ലാം തുല്യമായി ഷെയർ ചെയ്യണമെന്നും പരസ്പരം സഹായിക്കണം, അതിലും നിലം തുടയ്ക്കൽ, തുണി അലക്കൽ, അടുക്കളപ്പണി എല്ലാം പെടും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ജീവിതം ശരിക്കും യൂണിറ്റിയുള്ള ഒരു യൂണിറ്റായിട്ട് മാറത്തുള്ളൂ എന്നൊക്കെ വിക്രം വേദയോട് പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചു. ഈ മനോഹരമായ വാചകമടി ജീവിതം തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോഴും വേണം കേട്ടോ. എന്താ സംശയം? അല്ലെങ്കിൽ നിനക്കെന്നോട് പറയാമല്ലോ വിക്രമാദിത്യ, അങ്ങ് എൻ്റെ തുണി അലക്കിയില്ല, അതുകൊണ്ട് ഞാൻ ചോറുണ്ടാക്കിയില്ല, എന്താ പോരേന്ന് ചോദിച്ചു. അപ്പോൾ വേദ ഒന്ന് ചിരിച്ചു. അല്ല എന്തൊക്കെ വാങ്ങിയെന്ന് ചോദിക്കുമ്പം ഒരു വിധം ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഉണ്ട്, തൽക്കാലം അത് പോരേന്ന് ചോദിച്ചു. അപ്പം ധാരാളം മതിയെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ വിക്രം വേദയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതെ കടയിൽ വെച്ചൊരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പം ഒരു ഓട്ടോക്കാരൻ വന്നു, ഒരു ജോയി എന്ന് പേരുള്ള ഒരു ഓട്ടോക്കാരൻ. ഈ സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഒരാളാണ്. അയാൾ എന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളാണെങ്കിൽ കണ്ടിട്ടുണ്ടാവുമെന്നേ, നിങ്ങളൊരു കാലത്ത് വലിയ താരമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ദേ ഒരു ലെവലിൽ താഴെയുള്ള ചളി നിരോധിച്ചിട്ടുണ്ട്, അത് മറന്നു പോകരുത് കേട്ടോ എന്ന് വിക്രം പറഞ്ഞു. ഓ പിന്നെ നിങ്ങളുടെ തമാശയ്ക്ക് പിന്നെ ഭയങ്കര നിലവാരമാണല്ലോ. അങ്ങനെ വിക്രം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിക്രവും വേദയും കൂടെ ഓരോന്ന് പറയുമ്പോൾ അതെ അത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല വേദ, അയാൾ എന്നെ ശരിക്കും സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പം വിക്രത്തിന് അയാളെ വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്നേ, അയാൾ ഈ നാട് വിട്ട് അധികം പോവാത്ത ആളാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം എന്നാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും അറിയുന്നവരുണ്ടാകുമെന്നുള്ളൊരു സംശയം കൊണ്ട് നമുക്കുണ്ടാകുന്ന ടെൻഷനാണെന്ന് വേദ വിക്രത്തോട് പറഞ്ഞു. ഇനി അഥവാ എന്തെങ്കിലും സംശയം വന്ന് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ നമ്മൾ അവരുദ്ദേശിക്കുന്ന ആളുകളല്ല, അത്രയേ ഉള്ളൂ എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അനിയൻകൂട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുമ്പം അത് പറയാൻ വിട്ടുപോയി. അതെ കുറച്ചു നേരത്തെ ഞാനൊരു ചായ ഉണ്ടാക്കി കൊടുത്തായിരുന്നു, മേടിക്കാൻ കൂട്ടാക്കിയില്ല, പുറത്തേക്ക് തന്നെ നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു എന്നും ഞാനവിടെ വെച്ചിട്ട് പോന്നു എന്നും പിന്നെ നോക്കിയപ്പോൾ അത് തനി എടുത്ത് കുടിക്കുന്നത് കണ്ടു എന്നും വേദ പറയുക. അപ്പോൾ അതൊരു നല്ല സാധനമാണല്ലോ ഒന്ന് വിക്രം. അപ്പോഴേക്കും ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. ഇവർ നോക്കുമ്പോൾ ഒരു ജീപ്പിൽ നമ്മുടെ ചേട്ടൻ കയറി വരിക. അപ്പം ജീപ്പിൽ അവർ രണ്ടുപേരും കയറി വന്ന് ആ ചേട്ടനൊക്കെ കയറി വന്നപ്പോൾ വേദയും വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ കൂടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അതെ ഇത് മേരി എൻ്റെ പെമ്പർനോത്തിയാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ കിഴക്കമ്മല നീ പണി തേടി വരാറില്ലെന്നൊക്കെ ആ ചേച്ചി പറയണേ. അതെ എൻ്റെ മേരിയുടെ അച്ഛനമ്മമാരായിട്ട് കുടിയേറി വന്നവരാണെന്നും അല്ല അവർ നാട്ടിലൊന്നും ഇല്ല കേട്ടോ, ജീവിക്കാൻ മാർഗമില്ലാതെ കിട്ടിയത് വിറ്റിയും പറക്കിയും ഇവിടെ വന്ന് ഭൂമി വാങ്ങി കൃഷിപ്പണി ചെയ്ത് ജീവിതം കരുപിടിപ്പിക്കാൻ നോക്കിയതാണ്. കുറച്ച് പേരങ്ങ് രക്ഷപ്പെട്ടു, കുറേ പേര് ഇപ്പോഴും തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ പറയുന്നു. അപ്പോൾ പണി തേടി വന്ന ഭാര്യയും ഭർത്താവും വന്ന് ഇത് ഞാൻ വന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല എന്നേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പറയുന്നു. പണിക്കാണെങ്കിൽ ഇപ്പം ഈ കുന്ന് കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ, അതും മലമൂട്ടിൽ. അപ്പോഴാ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് ഓടിപ്പോകുന്നവരാന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രവും വേദം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. എന്നാൽ പിന്നെ ചെറുക്കനെയും പെണ്ണിനെ നേരിട്ട് കാണാമെന്ന് ഞാനും വിചാരിച്ചു. ഇവളൊരു പ്രേമരോഗിയാന്ന് പറയുമ്പോൾ ഒന്ന് മിണ്ടായിരിക്കും ചായ എന്നും പറഞ്ഞുകൊണ്ട് വഴക്കപ്പോൾ അവിടെ ഇരുന്നാണം എന്നും പറഞ്ഞുകൊണ്ട് ഇച്ചായ നിൽക്കുക കേട്ടോ. അപ്പോൾ വൃത്തികേടൊന്നും അല്ലടി, നിന്നോടുള്ള പ്രേമം ഇപ്പോഴും മതിയായിട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചേട്ടൻ പറയും. അപ്പോൾ വിക്രത്തിനും ഏതെങ്കിലും ചിരി വരും കേട്ടോ ഇവരുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ കേട്ടോ വിക്രം, TV-യിൽ പ്രേമം പടം വന്നാൽ ഒരെണ്ണം പോലും ഇവള് വിടത്തില്ല. ഒരു 10-15 കൊല്ലം മുൻപ് പാലായിന്ന് മല കയറി വരുന്ന സകലമാന വാരികയിലെ കഥകളും വായിക്കാതെ ഇവ ഉറക്കം വരത്തില്ലായിരുന്നു. മംഗളം, മനോരമ, മാമാങ്കം, മനോരാജ്യം, കന്യക, കുങ്കുമം, കുമാരി, പിന്നെന്താടി അപ്പൊ സഖി, കേട്ടില്ലേ സഖി. കിട്ടുന്ന കൂലിയും പാതി വാരിക മേടിക്കാൻ ചെലവാക്കുമായിരുന്നു. കഞ്ഞിക്ക് വകയില്ലേലും മേരിക്ക് കഥ വായിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം വായനാശീലം നല്ലതല്ലേ എന്ന് ചോദിച്ചു വേദ. അങ്ങനെ പറഞ്ഞു കൊടുക്കെൻ്റെ കൊച്ചയെന്ന് ചേച്ചി. പിന്നെ അമ്മായിമ്മ പോരും വഴക്കൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അത് പണ്ടത്തെ കഥകളിൽ ഇല്ലേം താനും. ഇപ്പം ഈ സീരിയലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടല്ലേ അതൊക്കെ കൂടി വന്നത്. എനിക്കിഷ്ടം പ്രേമകഥയാ. ഈ ആണും പെണ്ണും തമ്മിൽ പ്രേമിക്കുന്നതേ അതാ എനിക്കിഷ്ടം. അത് കഥയിലായാലും ജീവിതത്തിലായാലും വായിക്കാനും കാണാനും നല്ല രസമാണെന്നൊക്കെയാ ചേച്ചി ഇങ്ങനെ പറയുന്നു. വിക്രം ചിരിക്കും. അപ്പോൾ കേട്ടില്ലേ, ഈ കാരണം കൊണ്ടാണ് ഇവളൊരു പ്രേമരോഗിയാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് നമ്മുടെ ചേട്ടൻ. ചുമരി വേദ എന്നല്ലേ പേര്? അപ്പം അതെ, അല്ലെങ്കിലും കൊച്ചു പറ. ഈ പ്രേമിക്കുന്നവരുടെ മനസ്സ് എപ്പോഴും കഴുകി തുടച്ചിട്ട് നിലം പോലെ ശുദ്ധമായിരിക്കും അല്ലയോ? അപ്പം വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും കേട്ടോ.
ഒന്നും പറയാനില്ല. ആ മനസ്സിൽ പൊടി അഴുക്കും ഒന്നും കാണത്തില്ലെന്നേ. കാരണം എന്നാന്നാ ഇപ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നാ കാര്യം? മനസ്സിൽ അഴുക്കും പൊടിയും ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകും. ദുഃഖമുള്ളവർക്ക് പ്രേമിക്കാൻ പറ്റുമോ? അവരെപ്പോഴും ദുഃഖത്തിൻ്റെ കാരണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സ് കറക്കും. മനസ്സ് കറത്താ പ്രേമിക്കാൻ പറ്റുമോ? പ്രേമിക്കുന്നവരെപ്പോഴും ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പറന്ന് പറന്ന് നടക്കുന്നവരായിരിക്കും. മേരിച്ചേട്ടത്തി ആള് കൊള്ളാവല്ലോ. അപ്പം ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ വായിച്ച കഥകളിലെ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. ഞാനത് ചേർത്ത് നടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെ, ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ വിട്ടാലേ മേട്ടിൽ മേയാൻ വിട്ട പയ്യനെ പോലെ തൊട്ടാപ്പോക്കെ എവിടേക്കാണ് കറങ്ങി തിരിയുന്നത് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും വിക്രവും ഇങ്ങനെ ചിരിക്കുന്നു. ആ സമയത്ത് ഞാൻ വന്നതേ ഒരു പണിയുടെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പണിയാ? അത് പള്ളിവക കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവിടെ ചില പണികളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എപ്പോഴും ആ പണി കാണത്തില്ല. അപ്പോഴാണ് മേരി എന്നോടൊരു കാര്യം പറഞ്ഞത്, തോട്ടത്തിൽ തേയില നുള്ളാൻ ഒരാൾ വേണമെന്ന്. അപ്പോൾ ആദ്യമൊക്കെ ഒരിത്തിരി പാടൊക്കെ ആയിരിക്കുമെന്നേ. എന്താ നോക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ വിക്രവും ഇങ്ങനെ നിൽക്കും. മേരി ഉണ്ടാകും കൂടെ. അത് പിന്നെ അപ്പോൾ വേണം, ഞാൻ വരാമെന്ന് പറഞ്ഞു വേദ. അപ്പോൾ വിക്രം അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, മേരി ചേട്ടത്തി ഉണ്ടല്ലോ കൂട്ടത്തിൽ, പിന്നെ എന്താ കുഴപ്പമെന്ന് വേദ ചോദിക്കാം. പോകാം വിക്രം എന്ന് വേദ പറയുമ്പം, അല്ല അപ്പം അനിയൻകുട്ടൻ്റെ കാര്യമോ? അപ്പം അത് പിന്നെ നമുക്ക് ശരിയാക്കാവുന്നേ. അവൻ നമ്മളോടൊപ്പം പള്ളിയിലോട്ട് പോരട്ടെ, അച്ഛനുണ്ടല്ലോ അവിടെ. ചില പ്രാർത്ഥനകളും പരിപാടികളും ഒക്കെ ആയിട്ട് അച്ഛൻ അത് കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ജോലിയും ശരിയാക്കി പോകാൻ നോക്കുമ്പം ഇത് അകത്തേക്ക് വെച്ചേക്ക്, പാത്രം പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല ചേച്ചി, ഇതെന്താന്ന് ചോദിച്ചു. ഇത്തിരി പാലപ്പവും പോത്ത് വരട്ടിയത് വന്നേ, ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ എന്തെങ്കിലും തരണ്ടേന്ന് പറഞ്ഞു. അത് കണ്ട എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു. വേദി അത് വാങ്ങിച്ചു. അവരങ്ങ് പോയി. അതിനുശേഷം ഇവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് വേദയും വിക്രം ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം വിക്ര പാത്രം മേടിച്ച പോത്ത് വരട്ടിയതും പാലപ്പവും നോക്കി മണത്ത് നോക്കുക. ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവരത് കഴിക്കാനായിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസുവിനും ശ്രീനിവാസനും കൂടെ നിന്ന് സംസാരിക്കും കേട്ടോ. അപ്പം ജോസഫിൻ്റെ രാജനെ അപ്പം തന്നെ വിട്ടയച്ചു എന്ന് അവർ പറഞ്ഞു എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അപ്പം ഞാൻ അവരെ കണ്ട് സംസാരിച്ചിരുന്നുവെന്നും കുറേ അടി കൊണ്ടിട്ടുണ്ടെന്നും പക്ഷേ വിക്രം എങ്ങോട്ടാണ് പോയതെന്ന് അവർക്കൊരു പിടിയുമില്ല എന്നുള്ള കാര്യവും പറയും കേട്ടോ. അപ്പോൾ എവിടുന്നും അവരെ വിളിച്ചുമില്ല. എനിക്ക് തോന്നുന്നത് വിക്രത്തിന് അവരുമായി ചില പ്ലാനുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നടത്തി കഴിയും വരെ എന്താണ് സ്ട്രാറ്റജി എന്ന് അവർ ആരോടും പറയാറില്ല എന്ന കാര്യവും പറയുന്നു. അനിയൻകുട്ടനെയും കൊണ്ട് അവൻ മനഃപൂർവ്വം മാറി നിന്നതായിരിക്കണം. ആരാണ് പുളിക്കൻ്റെ മരണത്തിന് പിന്നിലെന്ന് മറ്റാരും അറിയാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ്, അഥവാ അനിയൻകുട്ടന് നോർമൽ ആകുമെങ്കിൽ ആ രഹസ്യം അറിയുകയും ചെയ്താലേ മറ്റാരും അറിയുന്നത് മുന്നേ അവൻ അറിയുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അറിഞ്ഞാൽ വിക്രം ആദ്യം അത് അറിയിക്കുന്നത് എന്നെയായിരിക്കും എന്ന് ശ്രീനിവാസൻ പറയുക. അതിൽ സംശയമൊന്നും വേണ്ടെന്നും പറഞ്ഞു. ഏതായാലും വിക്രം അപ്പോൾ അവൻ്റെ രീതിയിൽ അന്വേഷിക്കട്ടെ, ഞാൻ എൻ്റെ വഴിയെ നീങ്ങാൻ പോവുകയാണെന്ന് വാസുവും പറഞ്ഞു. ശ്രീനിവാസൻ്റെ സഹായം എനിക്ക് വേണമെന്ന് പറയുമ്പം തീർച്ചയായും അതുണ്ടാകുമെന്ന് പറഞ്ഞു. എന്തായാലും നാളെ കഴിഞ്ഞ ഓട്ടോ എടുപ്പല്ലേ, അതിനിടയിൽ ഒന്നിനും ഇറങ്ങി തിരിക്കണ്ടായെന്നും സാഹചര്യം മുഴുവനും വാസുവിന് അനുകൂലമല്ലേ, അതിനി മാറ്റം വരുത്തണ്ടെന്നും ശ്രീനിവാസൻ പറയുമ്പോൾ, എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ശ്രീനിവാസൻ. ഇടയിൽ വെച്ച് പിൻവാങ്ങാൻ പാർട്ടി സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നതെന്നും ശ്രീനിവാസനോട് പറയണു. ഇയാൾ അവൻ്റെ ജോരക്കളി പുരണ്ട ആ ഒരു വിജയത്തിന് എന്ത് വിലയാ ഉള്ളതെന്നും അച്ഛനെന്നുള്ള രീതിയിൽ വാസുവും പറയുന്നു. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവൻ്റെ ജീവനെടുത്തുന്ന ആരാണെങ്കിലും അവരെ നേരിൽ കണ്ടുമുട്ടുക, അത്രയേ ഉള്ളൂ. ആ ചോരയുടെ കണക്ക് എനിക്ക് തീർക്കണം എന്നും പറഞ്ഞ് ഇദ്ദേഹം പറയാം. അതിനുശേഷം വാസുവിന് രാഷ്ട്രീയ ജീവിതമില്ല, ഇലക്ഷനിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും വാസുവിൻ അവിടം കൊണ്ട് നിർത്തും എന്നും പറഞ്ഞു. അതിന് ശ്രീനി എന്നോടൊപ്പം ഉണ്ടാകണമെന്നും വാസുവൻ പറയുമ്പം ഷുവറെന്നും പറഞ്ഞ് കൈ കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ഒറ്റ കെട്ടാകുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനും മോനും കൂടെ പറയുന്നത്, അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോരേണ്ടി ഇരുന്നില്ല, നാളെ കയറി ചെല്ലേണ്ട വീടല്ലേ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പം കയറി ചെല്ലാൻ ഞാനെന്തിനും മടിക്കണം, അതെനിക്ക് കൂടി അവകാശമുള്ള വീടല്ലേ എന്ന് ഈ ശ്രീകാന്ത് അമ്മായച്ചനോട് പറയുമ്പോൾ നമ്മൾ ഉന്നം വെക്കുന്നത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും വേദ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിന്റെ അച്ഛന് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് അമ്മായച്ചൻ മരുമകനോട് പറഞ്ഞു കൊടുക്കുന്നു. പുളിക്കനെ കൊന്നത് ആരാണെന്ന് അവർക്ക് ഊഹമുണ്ടെന്ന് പറഞ്ഞിട്ടാ വേദയും വിക്രവും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് ആരാവുമെന്ന് വർഷ ചോദിക്കുമ്പോൾ അച്ഛനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഊഹം ഉണ്ടെങ്കിൽ അവരത് തെളിയിക്കട്ടെ, അല്ലേടാ ശ്രീകാന്തേ? അതെ, അവർ തെളിയിക്കട്ടെ. വരുണിൻ്റെ കൊലപാതകത്തിനുള്ള ഏക ദൃക്സാക്ഷി ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആർക്കാ?
വിക്രമന് തന്നെയല്ലേന്ന് ശ്രീകാന്ത് പറയുമ്പോൾ കറക്റ്റ് അമ്മായച്ചൻ. അപ്പോൾ അവൻ തന്നെയാണ് അതിന് ആളെ ഏർപ്പാടാക്കിയെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് വർഷ ചോദിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കുമ്പം അതും ശരിയാ, അത്തരം ഒരുപാട് ആളുകളുമായി കണക്ഷനുള്ള ആളല്ലേ അവൻ, അപ്പം ചെയ്തുകൂടാ അഴിയൊന്നും ഇല്ല. അപ്പം നീ ചെന്ന് ഒരു ചായ എടുക്ക്, വല്ലാത്തൊരു ക്ഷീണം പോലെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയെ നൈസായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നമുക്ക് അവളുടെ മുന്നിൽ വെച്ചുള്ള ഇത്തരം സംസാരം നിർത്തണമെന്ന് അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ അവൾ അറിയുന്നത് നന്നല്ല എന്നും അച്ഛൻ പറയണം, അത് ശരിയാവില്ല എന്നും. എന്നാലും ഇത്രയും കാലം നിങ്ങളെയൊക്കെ കബളിപ്പിച്ച് അവൻ അവിടെ താമസിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കങ്ങോട്ട് സംശയം തോന്നിയപ്പോൾ റെയ്ഡ് വരെ നടത്തിയതല്ലേ അച്ഛാ, എന്നിട്ടും അവനെ കണ്ടു കിട്ടിയില്ലല്ലോ. റെയ്ഡ് നേരത്തെ അവസാനിപ്പിക്കാനേ അന്ന് അവൾ ആ ഒരു ഇത് അവൾ മനഃപൂർവ്വം ഒപ്പിച്ചു വെച്ചതാണെങ്കിലോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായച്ചനും മരുമോനും കൂടി വിക്രത്തെ പൊട്ടുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അവളെ നിസ്സാരക്കാരിയായിട്ട് കാണരുത്, അവളുടെ വെല്ലുവിളി നോക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും അവൾ അവകാശങ്ങൾ ഒഴിവാക്കി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അച്ഛൻ മരുമകനോട് പറയുന്നു. അത് ഇപ്പോൾ അവൾക്ക് വാശിയായിട്ടുണ്ടെന്നും അത് അവൾ നേടുമെന്നുള്ള കാര്യവും പറയാം ശ്രീകാന്ത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വർഷ എന്നെ വിളിച്ചു പറഞ്ഞതാ, അപ്പം തന്നെ ഞാൻ CIയെ ഇതെല്ലാം അറിയിക്കുകയും ചെയ്തതാണെന്നും അയാൾ അരിച്ചു പറക്കിയിട്ട് പോലും അവരെ കിട്ടിയില്ല എന്നും. എന്നാലോ അനിയൻകുട്ടനെ പൊക്കാൻ നമ്മുടെ ആൾക്കാർ ചെന്നപ്പോൾ അവിടെ അവൻ കൃത്യമായി അവിടെ എത്തി അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തതും. ഇനിയിപ്പോൾ അച്ഛന് നമുക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പം അങ്ങനെയാണെങ്കിൽ വിക്രമനെ ഇത്രയും നാൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചത് നിന്റെ അച്ഛനാണെന്ന് നമ്മൾ പറയുമെന്ന കാര്യം അച്ഛൻ ശ്രീകാന്തിനോട് പറയാം. ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു വാർത്ത കേൾപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഒരു ഭീഷണി ഞാനും മുഴക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ശ്രീകാന്ത്. അത്രയും മതിയടാ, അത് ധാരാളം. അവരെ കണ്ടു കിട്ടുന്നത് വരെ അളിയൻ അനങ്ങാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരെവിടെ തിരയുമെന്ന. എന്തായാലും കേസ് പേടിച്ചാവില്ല അവർ പോയിരിക്കുന്നത്. പുളിക്കൻ കൂടി മരിച്ച സ്ഥിതിക്ക് വരുൺ കേസിൽ വിക്രമനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരാൻ കഴിയുമെന്ന് വേദയ്ക്കറിയാമെന്നുള്ള കാര്യവും പറയുകയാണ് നമ്മുടെ ഈ അച്ഛൻ. അപ്പോൾ അവരാരും അറിയാതെ മാറി നിൽക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നാണെന്നുള്ള കാര്യവും ഇയാൾ മരുമകനോട് പറയുന്നു. മരണഭയമാണെന്നും വിക്രം കൊല്ലപ്പെടുമെന്നുള്ളൊരു പേടിയിലാണ് അവർ മാറി നിൽക്കുന്നതെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. ടാറ്റാ.